നോക്കിക്കേ എത്ര ഏരിയയിലാണെന്ന് നോക്കിക്കേ. നടുക്ക് ഹുമയൂൺ സമാധി ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോരോ സ്ഥലത്തായിട്ട്. നല്ല രസം, നല്ല തണുപ്പുണ്ട്. അതിൽ ഇടയ്ക്ക് വന്നിട്ട് പിള്ളേരൊക്കെ പോകുന്നതായിട്ട് നീ ഓർക്കുന്നുണ്ടോ? ആ എക്കോ പ്രതിഫലിച്ച് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് പോരായിരുന്നു. നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എക്കോ. അതെ അതെ, അതാ ഒരു ആർക്കിടെക്ചർ ശൈലിയുടെ പ്രത്യേകത കൂടിയാണ്. ഇതിന്റെ ഓരോ സൈഡിലും ഇത് കണ്ട ഓരോ സൈഡിലേക്ക് പോകുന്ന ഓരോ റൂം പോലെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഓരോരോ ഓരോ ശവക്കലറുകളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. എല്ലാ സൈഡിലും ഉണ്ട്. അതെ അതെ അതെ. ഇത് പറഞ്ഞപ്പോൾ ഓർത്ത ഫീസിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. 30 രൂപയായിരുന്നു നമ്മൾ എൻട്രി ഫീ ആയിട്ട്. 500 രൂപയാണ് ഫോറിനേഴ്സിന് ഫീ ഉള്ളത്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അല്ലേ അവിടെ. ഇത് 1903 ലോർഡ് കഴ്സൺ ഒരു വലിയ നവീകരണം നടത്തി ഈ ടോമില്. പിന്നെ നമ്മുടെ ആർക്കിയോളജിക്കൽ ഇന്ത്യൻ സൊസൈറ്റി അത് ഏറ്റെടുത്തു. 1993 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇത് പ്രഖ്യാപിച്ചു. പിന്നെ 97 മുതൽ 2023 വരെ ആഗാഖാൻ ട്രസ്റ്റ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു നവീകരണത്തിന്റെ ഫലമാണ് നമുക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്. ഡൽഹിയുടെ ഒരു ഹൃദയഭാഗത്താണ്, ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, 500 കൊല്ലം മുമ്പ് പണിത, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. മെയിൻ്റനൻസ് അതിന്റെ ഒരു ഘടകം തന്നെയാണ്. എങ്കിലും ഇത്രയും നാള് അല്ലെ അതിന്റെ നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. താഴെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർബിളിന്റെ പീസസും കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത് അല്ലെ. ഓരോ മൂലയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഓരോ മൂലയ്ക്ക് ഓരോ സൈഡിലേക്കും ഓരോ കലറുകളുടെ എൻട്രി പോലെയാണ് നടുക്ക് നിൽക്കുന്നത്. അപ്പൊ സെൻട്രലായിട്ട് ഹുമയൂണിന്റെ ശവക്കലറൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ ഓരോ സൈഡിലേക്കായിട്ട്. പിന്നെ പുറത്തിറങ്ങിയാലും ഉണ്ട് ഇല്ലേ, നമ്മൾ പുറത്തു കൂടി നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അതെ, ഇപ്പോഴത്തേക്ക് ഒരു സിമിട്രി ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞാൽ പുറകിലാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ആർക്കിടെക്ചർ മാർവലായിട്ടും ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിമിട്രി ആയിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല ഇല്ലേ. സാധാരണ ഒരു ശവക്കലറയിൽ പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് പേടിയായിരിക്കും. ആലോചിക്കുക, 150 പേരുടെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും കൂടെ വരുന്നുണ്ട്. ആർക്കും പേടിയില്ല, ആർക്കും പ്രേതത്തെയും പേടിയില്ല. പക്ഷെ നമുക്ക് അല്ലാതെ നാട്ടിലൊരു ശവക്കലറയിൽ ആരെങ്കിലും പോകുമോ? അങ്ങനെയല്ല. അത് ഏത് ശ്മശാനാണെങ്കിലും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രമിക്കും. പക്ഷെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴത്തേക്കും ഓരോ രാജ്യങ്ങളുടെയും, ഈജിപ്തിലെ പിരമിഡ് കണ്ടില്ലേ, ശവക്കലറയല്ലേ, എത്രയോ പേരാണ് അവിടെ ചെല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് വർഷങ്ങളും നൂറ്റാണ്ടുകളും കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന സ്മാരകങ്ങൾ ഇതൊക്കെ. ഇനിയിപ്പോൾ ഇതേപോലെയൊക്കെ നിർമ്മിക്കുമെന്നുള്ളത് കണ്ടറിയാം.